ഉള്ളവരെ കണ്ടിട്ടുണ്ട്. എറണാകുളംകാരാണ്. നിങ്ങളിവിടെ എവിടെ? ഹലോ ഗായ്സ്, എസ് ബി ആൻഡ് ബോ. നമ്മുടെ ഇന്നത്തെ പുതിയ സർപ്രൈസ് ലൊക്കേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. സ്ഥലം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജർമ്മനി റോസ്റ്റോക്ക് എന്ന് പറയുന്ന റോസ്റ്റോക്ക് പ്രൊണൗൺസ് ചെയ്താൽ കറക്റ്റാണെന്ന് തോന്നുന്നത്. എന്തായാലും നമ്മൾ ജർമ്മനിയിലെ റോസ്റ്റോക്ക് എന്ന് പറയുന്ന ഒരു സ്ഥലത്തോട്ട് പോകാൻ പോവുകയാണ്. അപ്പം എന്താ പറയുക, ജർമ്മനി എന്ന് പറയുമ്പോൾ ട്രെയിനിൽ റെയിൽവേയിൽ ഭയങ്കര ഫേമസ് ആണെന്ന് കേട്ടിട്ടുണ്ട് ഞാൻ. അപ്പോൾ നമ്മൾ ട്രെയിനിലാണ് റോസ്റ്റോക്കിലോട്ട് പോകുന്നത്. ഇതാണ് ട്രെയിൻ കേട്ടോ. അടിപൊളി ട്രെയിനുകളാണ്. സെൽഫ് സർവീസാണ്. നമ്മൾ ടിക്കറ്റ് എടുക്കുക, ഇവിടുന്ന് കയറുക. അല്ലാതെ അതിനകത്ത് ആളോ അധികമൊന്നുമില്ല. ഒരു ഡ്രൈവർ കാണും കേട്ടോ. ഒരു ഡ്രൈവറും ബാക്കി ഫുള്ള് നമ്മൾ തന്നെ ചെയ്യണം. ടിക്കറ്റ് എടുക്കുക, കയറുക, കറക്റ്റ് സ്ഥലമാകുമ്പോൾ ഇറങ്ങുക. ഇത്രയേ ഉള്ളൂ. ട്രെയിനൊക്കെ അടിപൊളിയാണ്. വൺ സെറ്റപ്പാണ് കേട്ടോ. നല്ല ക്ലീനാണ്. ഇതൊരു ഡെഡ് എൻഡാണ്. ഈ സ്ഥലത്തെന്ന് വെച്ചാൽ ഇത് സ്റ്റേഷനിലെ ലാസ്റ്റ് സ്റ്റോപ്പാണിത്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ റോസ്റ്റോക്കിലോട്ട് പോവുകയാണ്. ഏതാണ്ട് 20 മിനിറ്റാണ് ഇവിടെ നിന്നുള്ള ജേർണി ടൈം എന്ന് പറയുന്നത്. അപ്പം ട്രെയിനിലോട്ട് കയറണം. ഇവിടെ നമ്മൾ ട്രെയിൻ ഇവിടെ നിന്ന് എടുക്കുന്നത് 3:01 ഇപ്പം 3:45. അപ്പോൾ നമുക്ക് എന്തായാലും കയറാം. ഓട്ടോമാറ്റിക് ഡോർസാണ്. ജസ്റ്റ് പ്രസ് ചെയ്ത് ഓപ്പൺ ആവും. കയറാം. ഇവിടുത്തെ ട്രെയിനുകളിൽ ഡോഗ്സൊക്കെ അലൗഡാണ് കേട്ടോ. ഡോഗ്സ് അലൗഡാ. സൈക്കിൾ കൊണ്ടുപോകാം. കുറച്ച് ഇൻഫോർമേഷൻ അവിടെ എടുത്തേക്കുന്നത്. അപ്പോൾ ജസ്റ്റ് പ്രസ് ചെയ്യുക, ഓപ്പൺ, പത്ത് കയറാം. ട്രെയിൻ ലുക്ക് ലൈക്ക് ദിസ്. ആരും ഇല്ല തുടങ്ങും. ജയ് കം. ഇങ്ങനെയാണ് ഇവിടുത്തെ ട്രെയിനുകൾ ഇരിക്കുന്നത്. നല്ല ട്രെയിനാണ് കേട്ടോ. സ്ഥലം കണ്ടുപിടിക്കാം. നമ്മളിങ്ങ് അറ്റത്ത് ആരും ഇല്ലാത്തൊരു സ്ഥലം കണ്ടുപിടിച്ച് വീഡിയോ എടുക്കാൻ പറ്റുന്ന രീതിക്കുള്ളൊരു സ്ഥലത്തിരിക്കാം. അതൊക്കെ ഓക്കെ. ഈ സ്ഥലം കൊള്ളാം. അപ്പോൾ സീറ്റൊക്കെ ഇങ്ങനെയാണ് ഇരിക്കുന്നുണ്ടോ. ഒരു ടേബിൾ കാണും. സീറ്റ് പുറമെ എ സിയാണ്. ട്രെയിൻ നല്ല എ സിയാണ്. സെക്കൻഡ് ക്ലാസ്, തേർഡ് ക്ലാസ്, ഫസ്റ്റ് ക്ലാസ് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. കാര്യം ഇവിടെയൊക്കെ ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചാൽ പറ്റത്തില്ല. തണുത്ത രാജ്യമല്ലേ, അതുകൊണ്ട് മാറ്റി വയ്ക്കാനും നോക്കത്തില്ല. ഇവിടെ ഇന്ത്യയിലൊക്കെ തന്നെ കുറേ കാടും മരങ്ങളും ചെടികളും എല്ലാം ട്രെയിനിൽ പോകുന്ന സൈഡിൽ നിൽക്കും കേട്ടോ. എനിക്കെപ്പോഴും ഈ ട്രെയിനിൽ പോകുമ്പോൾ ഫീൽ ചെയ്തിട്ടുള്ളത് നമ്മുടെ ഇന്ത്യയിൽ കൂടെ തന്നെ ചില സ്ഥലങ്ങളിലൂടെ ട്രെയിനിൽ പോകുന്നതാണ്. സൈഡിൽ ഫുള്ള് കാടുകളാണ്. കാട് പോലത്തെ കുറേ സംഭവങ്ങൾ. ലുക്കിംഗ് ലൈക്ക് ദാറ്റ്. ഇതെൻ്റെ ഫ്രണ്ടാണ് ജെ. ഒരു ഹായ് പറയാം. സേ ഹായ്. ഐ ഡോണ്ട് നോ മലയാളം ആക്ച്വലി. പുള്ളിക്ക് മലയാളം അറിയത്തില്ല. ഒരു ചെടി ഞാൻ കാണിച്ചാൽ നിങ്ങൾ ആ കാണുന്ന സാധനം കണ്ടോ. അത് നമ്മളവിടെ കോമൺ ആയിട്ട് കാണുന്നൊരു സാധനമല്ലോ. ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയേ കണ്ടോ. അതിൻ്റെ ഏതോ ഒരു ഇനത്തിൽ പെട്ടതെന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ സ്ഥിരമായിട്ട് കാണുന്നൊരു സാധനം. അതിന് ചെറിയ ചെറിയ മുള്ളുകളൊക്കെ ഉണ്ട്. അല്ലാതെ ഇണക്കി ഇങ്ങോട്ട് നോക്കിയോ കണ്ടോ ആ സാധനം. അതുപോലെ നമ്മളവിടെ കാണുന്ന ഒരുപാട് ചെടികളിവിടെ കൊണ്ടുപോകും. ട്രെയിൻസ് എല്ലാം ഓൾമോസ്റ്റ് അഡ്വാൻസ്ഡ് ആണ്. കാണാൻ പറ്റും. നമ്മുടെ ഇത് വന്ദേ ഭാരതിലൊക്കെ ഇല്ലേ, അടുത്ത സ്റ്റേഷൻ ഏതാണെന്നുള്ള കാണിക്കുന്നത്. സെയിം സംഭവം തന്നെ, മെമു പോലെ. ഇവിടെ മെമുവിന് പോലെ ഇങ്ങനെയുള്ള ട്രെയിൻ വലിയ മെയിൻ ട്രെയിനുകളല്ലേ മെമു പോലെ പിടിക്കും. നമ്മൾ വന്ദേ ഭാരത് പോലെ. ഇവിടെ നമ്മൾ ട്രെയിൻ ഇറങ്ങി. നല്ല മഴക്കോളുണ്ട്. മഴക്കോളം നല്ല വെയിലും മഴയുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ നടന്ന് നമ്മൾ ഇവിടുത്തെ റോസ്റ്റോക്കിലെ ടൗണിലേക്ക് പോവുകയാണ്. ഇവിടെ നിന്ന് വേണ്ട ഇതേപോലെയാണ് നമ്മുടെ മുംബൈ ഇവിടെ കാണത്തില്ലേ, അണ്ടർഗ്രൗണ്ടിൽ കൂടെ ട്രെയിൻ പോകുന്നുണ്ട്. സോ നമുക്ക് അടിയിൽ കൂടെ പോയിട്ട് പാസ് ചെയ്ത് അപ്പുറം ഇറങ്ങി ട്രെയിൻസാണ് കേട്ടോ. മീൻസ് ഇവിടുന്ന് കുഞ്ഞു വേറെ കണക്ഷൻ ട്രെയിൻസ് ഉണ്ട്. ചെറിയ അപ്പുറത്തോട്ടുള്ള ടൗണിലോട്ടൊക്കെ. സൂപ്പറാണ്. ഓക്കെ ഗായ്സ്, അപ്പോൾ നമ്മൾ റോഡ് ക്രോസ് ചെയ്തിട്ട് അങ്ങോട്ട് നടക്കുകയാണ്. ഇതാണ് ജർമ്മനി. ഹിറ്റ്ലറിൻ്റെ ജർമ്മനി, നാസികളുടെ ജർമ്മനി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. എനിക്കറിയാം. ഇവിടെ ഉറക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വല്ല മീനും കണ്ടോ എന്ന്. ഒരുപാട് ബൈക്കേഴ്സ് ഉണ്ട്. ബൈക്കെന്ന് പറയുമ്പോൾ സൈക്കിളിൽ പോകുന്ന ഒരുപാട് പേരുണ്ട്. ബൈക്ക് ഒരുപാടുണ്ട് ഇവിടെ. ഇത് സൈക്കിളിൻ്റെ വേവല്ലോ ആണ്. ജയ് ഇവിടെ അറിയാൻ വേണ്ടി ഒരുപാട് സൈക്ലിസ്റ്റുകളൊക്കെ പോകുന്നുണ്ട്. ഇത് ഏതാ നടക്കുന്ന വഴി, ഏതാ സൈക്കിൾ വഴി എന്ന് അറിയാൻ വയ്യ. സർപ്രൈസൊന്നും കാണുന്നില്ല. എന്തൊക്കെ ഒരു ബിൽഡിങ്, കുറേ സാധനങ്ങളൊക്കെ പറന്നു വരും. നല്ല രസമുണ്ട് കേട്ടോ. തറ മൊത്തം കിടക്കുക. ഒരുപാട് പേര് സൈക്കിളും ചവിട്ടിക്കൊണ്ട് ഇങ്ങനെ പോകുന്നുണ്ട്. ഇതാ ടൗണിലോട്ട് പോകുന്ന വഴിയാണ് കേട്ടോ. ഇപ്പോൾ ജർമ്മനി റോഡുകൾ, കാറുകൾ എന്താണ് ഇവിടെ ഒന്നും കാണിക്കാതെ. അങ്ങോട്ട് എത്തുമ്പോഴത്തേനും കറക്റ്റായിട്ട് കാണിക്കാം. അങ്ങോട്ട് നടക്കുക. മീൻസ് ഒരു സെൻട്രലിലോട്ട് നടക്കുക. അവിടെ ഒരുപാട് ഷോപ്പുകളും കുറച്ചൊക്കെ ഇൻഫ്രാസ്ട്രക്ചറുകളൊക്കെ കാണും. അപ്പോൾ എന്താ ഇവിടുത്തെ ഒരു ലാൻഡ്സ്കേപ്പ് ഇങ്ങനെയാണ്. മരങ്ങളുണ്ട്, കുറേ മരങ്ങളുണ്ട്. അതിനങ്ങനെ ഫീൽഡുകളുണ്ട്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് വിട്ട് ബിൽഡിങ്ങുകൾ കാണാം. ആ കാണുന്നതൊക്കെ അപ്പാർട്ട്മെൻറ്റുകളാണ്. ഫ്രണ്ടിൽ കാണുന്നില്ലേ.
സൈഡിൽ കൂടെ ട്രെയിൻ ഒരുപാട് യൂസ് ചെയ്യുന്നുണ്ട് ട്രാൻസ്പോർട്ടേഷൻ ഇവിടെ. ലൈക്ക് കണക്കുള്ള കുഞ്ഞു കുഞ്ഞു ട്രെയിനുകളും മെമു പോലുള്ള ട്രെയിനുകളും കണ്ടോ. ഇതൊക്കെ ഇവിടുത്തെ കോമൺ ട്രാൻസ്പോർട്ടേഷനാണ്. ട്രെയിൻ ഒരു പ്രധാനപ്പെട്ട ട്രാൻസ്പോർട്ടേഷൻ തന്നെയാണ് കേട്ടോ. ഇതൊക്കെ ആരുടെയൊക്കെയോ വീടുകളാണ്. എല്ലാം ഇവിടെയും യൂറോപ്പ് കണക്ക് തന്നെ ഒരേപോലുള്ള വീടുകൾ കാണാം. മീൻസ് ഒരു ലൊക്കാലിറ്റി മൊത്തം സെയിം ടൈപ്പ് വീടുകളാണ്. അടുത്ത ലൊക്കാലിറ്റി ഡിഫറെൻറ്റ് ഡിസൈനായിരിക്കും, പക്ഷേ ആ വീടുകളെല്ലാം സെയിം ആയിരിക്കും, ഒരേപോലെ ആയിരിക്കും. അങ്ങനെയൊക്കെയാണ് ഇവിടെ. ഇതെനിക്ക് തോന്നുന്നു പിന്നെ കുറേ നമ്മുടെ അവിടെയൊക്കെ കണ്ടാണ് എല്ലായിടത്തും കാണാൻ പറ്റുന്ന കണക്കിന് ഇപ്പോൾ ഇലക്ട്രിക് സ്കൂട്ടറുകൾ ഒരുപാടുണ്ട് ഇവിടെ. ഇതെല്ലാം റെസിഡൻസികളാണ് കേട്ടോ. നമുക്ക് എന്തായാലും കുറച്ച് അങ്ങോട്ട് നടന്നിട്ട് ഞാൻ സെൻട്രലിലോട് എത്തുമ്പോൾ വിഷ്വൽസ് കുറച്ച് കാണിച്ചു തരാം. എന്തായാലും ഇവിടുന്ന് മാക്സിമം കിട്ടാവുന്ന എല്ലാ വിഷ്വൽസും നമ്മളെടുക്കും. ആ ഒരു പഴയ ഇത് കയറി വരുന്നുണ്ടോ? ഇപ്പോൾ വലിയ സഭാകം പോകുന്നും വരുന്നില്ല. അവിടെ ഒരു വോൾവോയുടെ ഷോറൂം കാണുന്നുണ്ട്, പക്ഷേ ഇവിടുന്ന് കാണിച്ച് കഴിഞ്ഞാൽ കാണാൻ പറ്റും. ലോറികളുടെയാണ്, പ്രൊഡക്ഷനാണ്. ഇവരൊക്കെ LGBT ഒക്കെ കൊടികൾ കാണാം കണ്ടോ. അതൊക്കെ എല്ലാവരും പ്രൊമോട്ട് ചെയ്യുന്നവരൊക്കെ ഉണ്ട്. അവരെല്ലാം കൊടികളൊക്കെ വെച്ച് പിന്നെ റെസിഡൻസികൾ കണ്ടല്ലേ. ഇത് മൊത്തം വീടുകളാണ്. അവിടെ ഫുള്ള് വീടുകൾ. പിന്നെ അതിൻ്റെ താഴത്തെ നിലയിലൊക്കെ ചിലപ്പോൾ ഷോപ്പുകൾ, എന്തെങ്കിലും ഏജൻസികൾ അങ്ങനെയൊക്കെ ഒരുപാടുണ്ട്. മോളോട്ടൊക്കെ മൊത്തം വീടുകളാണ്. ഈ ഒരു ബ്ലോക്ക് മൊത്തം ഒരേപോലെക്ക് ഫുൾ ബ്ലോക്ക് ഒരേപോലെയാണ്. അപ്പുറത്തെ ബ്ലോക്ക് ഡിഫറെൻ്റ് ആണ്. അത് മേൽക്കൂരയ്ക്ക് ആയിരിക്കും വ്യത്യാസം, വേറെ വലിയ വ്യത്യാസമൊന്നുമില്ല. ആൾക്കാർ നമ്മളൊക്കെ ലക്കിയാട്ടോ. ഈ വീഡിയോ ഒക്കെ നമ്മുടെ ഇഷ്ടത്തിന് ഏത് വീഡിയോ വേണമെങ്കിലും വയ്ക്കാം. ഇവിടെ ഒരുപാട് റെഗുലേഷൻസ് ഉണ്ട്, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. വീടൊക്കെ വയ്ക്കുമ്പോഴത്തേക്കും അങ്ങനെയൊക്കെ പറയാം. ചെറിയൊരു ഇങ്ങനൊരു ടൗണാണ്. ഇവിടെ അല്ല നമ്മൾ പോകുന്നത്. ആക്ച്വലി ഇതിനപ്പുറത്തോട്ട് വലിയ ടൗണിലോട്ടാണ് നമ്മൾ പോകുന്നത്. അവിടെ ഞാൻ മുമ്പ് വന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് തന്നെ പോകാൻ വിചാരിച്ചത്. നമ്മൾ എന്താ പറയുക, നിങ്ങളെ കാണിക്കുമ്പോഴത്തേനും മീൻസ് നമ്മൾ വ്ളോഗായിട്ട് ചെയ്യുമ്പോഴത്തേനും വന്നിട്ടുള്ള സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ഒന്നുകൂടി നല്ല അറിയാമല്ലോ എവിടെ പോകണം, എവിടെ പോയാൽ നല്ല വിഷ്വൽസ് കിട്ടും. ആ ഒരു ടൗണാണ് ഇവിടുത്തെ മെയിൻ ടൗൺ. അതുകൊണ്ടാണ് പിന്നെ അത് തന്നെ ഞാൻ ചൂസ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് വേറെ ഒന്ന് രണ്ട് സ്ഥലത്തൂടെ നമ്മൾ പോകുന്നുണ്ട്. അത് പക്ഷേ അടുത്ത വീഡിയോയിലായിരിക്കും ഇടുന്നത്. ഈ വീഡിയോയിൽ നമ്മൾ ഈ റോസ്റ്റോക്കിലൊരു മെയിൻ ടൗണാണ് കാണിക്കാൻ പോകുന്നത് കേട്ടോ. ഇവിടെ ഒരു ഹോണ്ട CB 500 ആണ് കേട്ടോ. ചുമ്മാ കണ്ടപ്പോൾ കാണിച്ചാൽ ഹോണ്ടയില്ല അതുകൊണ്ടാണ്. ഇത് അടുത്തൊരു ഡിഫറെൻറ്റ് ടൈപ്പ് മെയിൽ ബോക്സുകളായിരിക്കുന്നത്. ഇത് വേറെ മീൻസ് ഞാൻ പറഞ്ഞില്ലേ അടുത്ത ബ്ലോക്ക് ടൈപ്പ്, അടുത്ത ടൈപ്പ് വീടുകൾ. ഇതെല്ലാം അപ്പാർട്ട്മെൻറ്റ്സാണ്. അവിടെ മെയിൽ ബോക്സുകളുണ്ട്, കാര്യങ്ങളുണ്ട്. നല്ല രസമാണ് കേട്ടോ. വീണ്ടും ട്രെയിൻ. ഹോട്ടലാണ്. ഇതൊക്കെ പുതിയ പുതിയ ബിൽഡിങ്ങുകളാണ് തോന്നുന്നത്. അതൊക്കെ 3 വലിയ ഹോട്ടൽസാണ്. ഷെയ്ക്ക് ആവുന്നുണ്ടോയെന്ന് അറിയത്തില്ല. ഞാൻ ഇങ്ങനെ ഒരു കയ്യിൽ പിടിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുക. ട്രയംഫിൻ്റെ ഷോറൂമാണ്. നിങ്ങൾ നോക്കേ, ഒരുവിധം ട്രയംഫിൻ്റെ കിടിലം വണ്ടികളെല്ലാം അവിടെ ഇരിപ്പുണ്ട് ഫ്രണ്ടിൽ. പക്ഷേ ഷോപ്പും ഒക്കെ കുഞ്ഞൊരു ഷോപ്പാണ് കേട്ടോ. നമ്മളവിടെയൊക്കെ ട്രയംഫിൻ്റെ ഷോപ്പെന്ന് പറയുന്നത് ഇവിടെ ഔട്ട്ലെറ്റ് എന്ന് പറഞ്ഞാൽ മുട്ട ഒരു ബിൽഡിംഗ് ആയിരിക്കും. ഇത് കുഞ്ഞൊരു ബിൽഡിങ്. അവിടെ അകത്തിരിക്കുന്ന എല്ലാം കിടിലം വണ്ടികളാണ് കേട്ടോ. ഫുള്ള് ഒരുവിധം എല്ലാം ഇരിപ്പുണ്ട്. കാണാൻ പറ്റും. അത്തോട്ട് കയറാൻ വയ്യ, ടൈമില്ല. നമുക്ക് അവിടെ എത്തുമ്പോൾ ലേറ്റാവും. ഇതെല്ലാം ഇരിപ്പുണ്ട്. ഒരു നിഞ്ചയല്ലേ കത്തിരിക്കുന്നത്. നിഞ്ചയുണ്ട്. ട്രയംഫ് മാത്രമല്ല, കവാസാക്കിയുടെ ഷോറൂം ഉണ്ട് കേട്ടോ തൊട്ടപ്പുറത്ത്. സോറി, 2 ഷോറൂം ഒരുമിച്ചാണ്. ഒന്ന് ട്രയംഫ്, ഒന്ന് കവാസാക്കിയാണ്. അപ്പോൾ അതിനകത്ത് നിഞ്ചയും 1000cc എല്ലാം ഇരിക്കും. വീണ്ടും ട്രെയിൻ ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ്. അതുപോലെ തന്നെ സൈക്കിളും, ബൈസൈക്കിളും ട്രെയിനുകളും ഒരുപാട് കാണാം നമുക്ക്. വീടുകളാണ്. ഏതൊരു വീട് നമ്മളവിടെ തന്നെ പിള്ളേരൊക്കെ വരച്ച് വെച്ചേക്കാണ്. വാൾ പെയിൻറ്റിങ് ലീഗലാണോ ഇല്ലീഗലാണെന്ന് അറിയത്തില്ല. ഇല്ലീഗലായിരിക്കും, പക്ഷെ ആരും കാണാതൊക്കെ വരയ്ക്കുന്നതായിരിക്കും കേട്ടോ. ആ ഷോറൂമുണ്ട്. അത് കണ്ടപ്പോൾ കോമഡി ആയിട്ട് തോന്നി. കുഞ്ഞൊരു ബിൽഡിങ്, അതിനകത്ത് ഉള്ള വണ്ടികളെല്ലാം ഇങ്ങനെ കുത്തി നിറച്ച് വെച്ചേക്കാണ്. നമ്മൾ ആ ടൗണ് ലക്ഷ്യമാക്കി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. 2 സൈഡിലും വാൾ പെയിൻറ്റിങ്ങുകൾ കാണാം വീടുകളിൽ മൊത്തം. ഇവിടെ ഈ ബാഗ് സീനാട്ടോ. ഞാൻ നടക്കുമ്പോഴത്തേനും എൻ്റെ ഉടുപ്പ് ഇത് കുത്തി മേലോട്ട് പൊക്കുന്നു. എനിക്കിത് പിടിച്ച് താഴട്ടണം. ഒരു ജിമ്മാണ് ജർമ്മനിയിലെ. കുഞ്ഞൊരു ഫിറ്റ്നസ് സെൻറ്റർ. വളരെ ചെറുതാണ്. ഇവിടെ പടങ്ങളൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല രസമുണ്ട്. കുറേ അത്ലറ്റുകളുടെ പടങ്ങളൊക്കെ വരച്ച്. ഇവിടുത്തെ റോഡാണ്. നല്ല ഭംഗിയില്ലേ, കണ്ടപ്പോൾ നല്ല രസമായിട്ട് തോന്നി. അതുകൊണ്ട് പെട്ടെന്ന് ഞാൻ ക്യാമറ എടുത്ത് ഓണാക്കിയത്. ഓക്കെ, ട്രെയിന് അതിൻ്റെ ഇടയ്ക്കൂടെ തന്നെ കാറുകൾ പോകുന്നുണ്ട്. നല്ല രസമല്ലേ. സോ ജർമ്മനി ഓൾമോസ്റ്റ് എല്ലായിടത്തും ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഞാൻ കണ്ടിടത്തല്ല ഇങ്ങനെ തന്നെ. ഇപ്പോൾ അല്ലാതെ സ്ഥലങ്ങളുണ്ടോയെന്ന് അറിയത്തില്ല. ഞാൻ ജർമ്മനിയിൽ പോയിട്ടുള്ളിടത്തെല്ലാം ഇതേപോലെയൊക്കെ തന്നെ. റോഡിൽ തന്നെ ട്രെയിനുണ്ട്, സൈക്കിള് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. അതിനിടയിൽ കൂടെ തന്നെ കാറുകളും ബസ്സുകളും പോകും. എല്ലാം ഒരുമിച്ചാണ്. സിസ്റ്റമാറ്റിക്കായിട്ടാണ് പോകുന്നത് കേട്ടോ. ഒക്കെ കുഞ്ഞു ഒരു ചൈനീസ് തായ് റെസ്റ്റോറൻ്റ് ഉണ്ട് ഇവിടെ.
ഇന്ത്യൻ റെസ്റ്റോറൻറ്റും ചൈനീസ് റെസ്റ്റോറൻറ്റും തായ് റെസ്റ്റോറൻറ്റും ഒരു പഞ്ഞുമില്ല. ഏത് രാജ്യത്ത് നിന്നാലും ഇഷ്ടം പോലെ കാണും. നിങ്ങളതുകൊണ്ട് ഒന്നും പേടിക്കണ്ട. ഇവിടെയൊക്കെ തന്നെ 2 റൗണ്ട് ഇറങ്ങി കഴിഞ്ഞാൽ ഒരു എന്താ പറയുക, ഒരു 10-25 ഇന്ത്യക്കാരെങ്കിലും നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അവിടെ ഒരു 14 ഷോപ്പുണ്ട്, പിന്നെ ഷോപ്പാണ്. പറഞ്ഞാൽ കുഞ്ഞു ഷോപ്പുകളാണ് എല്ലായിടത്തും. ഐസ്ക്രീം ഷോപ്പ്, ഈ കാണുന്ന നല്ല ഷോപ്പുകളാണ് കേട്ടോ. ആ സൈഡിൽ കാണുന്നതെല്ലാം ബാങ്കുണ്ട്, ഷോപ്പുണ്ട്. ഒരേ ഒരു പ്രശ്നം ഒന്നെന്നറിയാമോ, മൊത്തം ജർമ്മനിയിലാണ്. അതാണ് ജർമ്മനി വരുമ്പോൾ ജർമ്മൻ ലാംഗ്വേജ് മസ്റ്റാണെന്ന് പറയുന്നത്. ഒരു പിടിയും കിടത്തിൽ ഇംഗ്ലീഷ് ഒന്നും എങ്ങും എഴുതി വെച്ചിട്ടില്ല ഗൈസ്. എല്ലാം ജർമ്മനി തന്നെയാണ് എഴുതിയത്. ജർമ്മൻ ലാംഗ്വേജാണ് ഫുള്ള്. അതുകൊണ്ട് ജർമ്മനിലൊക്കെ മീൻസ് സ്ഥലം കാണാൻ ടൂറിസ്റ്റായിട്ട് പോകുന്നവർ നമ്മുടെ ട്രാൻസ്ലേറ്ററൊക്കെ അപ്ഡേറ്റ് ചെയ്ത് വെച്ചേക്കാൻ മറക്കരുത്. അതില്ലാതെ ഒരു രക്ഷയില്ല കേട്ടോ. ഫുഡ് ഓർഡർ ചെയ്യാൻ പോലും പറ്റത്തില്ല. ഫുള്ള് ജർമ്മനിയിലാണ് എഴുതിയിരിക്കുന്നത്. ഒരു വാക്ക് ഇംഗ്ലീഷ് എഴുതിയിട്ടില്ല. ഈവൻ മെയിനായിട്ടുള്ള ടൂറിസ്റ്റ് സ്പോട്ടുകളിൽ പോലും അവർ ജർമ്മൻ ലാംഗ്വേജ് തന്നെയാണ് എഴുതിയിരിക്കുന്നത്. അപൂർവമാണ് ഇംഗ്ലീഷിൽ മെനു ഒരു റെസ്റ്റോറൻറ്റിൽ കയറിയ മെനു പോലും ജർമ്മൻ ലാംഗ്വേജാണ്. അപ്പോൾ നല്ല നടപ്പാതെയായിരുന്നു. ഇവിടെ ആദ്യമായിട്ട് ജർമ്മനി വന്നപ്പം ഒരു ചെറിയൊരു എന്താ പറയുക, ആത്മകഥമല്ല, എന്താ പറയുക, സന്താ ജോർജ് ഉള്ളങ്ങനെയുടെ വീഡിയോ കണ്ട് വളർന്നതാണ് ഞാൻ പേഴ്സണലി. ഞാൻ ഏതോ 10-ലോ എന്തോ പഠിക്കുമ്പോഴാണ് സഫാരി ചാനൽ ലോഞ്ച് ചെയ്യുന്നത്. അപ്പോൾ അന്ന് തൊട്ട് ഞാൻ കാണുമായിരുന്നു. അന്ന് എക്സാമിൻ്റെ ഒക്കെ ഇരിക്കുമ്പോൾ ഇപ്പോഴും ഓർമ്മയുണ്ട്. എക്സാമിൻ്റെ ഒന്നും രാവിലെ ഉച്ച കഴിഞ്ഞാൽ എക്സാം ഉള്ളപ്പോൾ രാവിലെ സഫാരിയിൽ ഇത് സഞ്ചാരമുണ്ട്, അത് കണ്ടിട്ടാണ് പോകുന്നത്. അതിനും മുമ്പേ പണ്ട് ലേബർ ഇന്ത്യക്കകത്തത് ടെലികാസ്റ്റ് ചെയ്യുമായിരുന്നു ഏഷ്യാനെറ്റിൽ. മെയിൻ ലേബർ ഇന്ത്യക്കകത്ത് അത് വായിക്കുമായിരുന്നു. അപ്പം ഈ ഓരോ സ്ഥലങ്ങൾ കാണുമ്പോൾ ആദ്യം വരുന്നത് അത് തന്നെയാണ് കേട്ടോ. ഫസ്റ്റ് ഓർമ്മ വരുന്നത് സഞ്ചാരം തന്നെയാണ് ഓർമ്മ വരുന്നത്. പുള്ളിയുടെ വീഡിയോ ഉണ്ടതാണ് ഓർമ്മ വരുന്നത് ഓരോന്ന്. എന്താ പറയുക, ആദ്യം ജർമ്മനി വന്നപ്പോഴും എൻ്റെ മനസ്സിൽ കൂടെ പോകുന്നത് എന്തുവാ, സഞ്ചാരത്തിൽ ഡബ് ചെയ്ത സന്തോഷ് ജോർജ് കുളങ്ങരയുടെ വോയിസല്ല, ആ പുള്ളിയുടെ ആ വോയിസും ആ വീഡിയോ പുള്ളി പോയപ്പോൾ ഉള്ള പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് ഇങ്ങനെ മനസ്സിൽ കൂടെ ഓടിപ്പോകും. ഹിറ്റ്ലറിൻ്റെ കാര്യം, നാസി, ഇതെല്ലാം ഇങ്ങനെ മനസ്സിൽ കൂടെ പോകും. അതും പറഞ്ഞുകൊണ്ട് ഞാൻ വേറൊരു വിഷ്വൽ കാണിച്ചു തരാം. ഇത് ഇവിടുത്തെ ഒരു ചെറിയ സെൻറ്ററിലാണ് കണ്ടോ, നല്ല ഭംഗിയുണ്ടേ. സത്യം ഞാൻ ഇതൊക്കെ കാണുമ്പോൾ ജർമ്മനി കാണുമ്പോഴൊക്കെ ആലോചിക്കുന്ന ഇതാണ്, ഹിറ്റ്ലറിനെ കുറിച്ച് തന്നെയാണ് കേട്ടോ ആലോചിക്കുന്നത്. കഴിഞ്ഞ വട്ടം ഫസ്റ്റ് ടൈം ജർമ്മനി വന്നപ്പോഴത്തേനും ഞാൻ ഉറക്കെ ഹിറ്റ്ലർ എന്ന് വിളിച്ചു പറയുമ്പോൾ എൻ്റെ കൂടെ വന്നവർ ഉണ്ടായി അങ്ങനെ വിളിച്ച് പോവാതിരി എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. നമുക്കറിയത്തില്ലല്ലോ ഇവിടേക്ക് ഇപ്പോഴും അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടോ ഇല്ലയോ എന്നൊക്കെ. അതുകൊണ്ടാണ് കേട്ടോ. കുറച്ച് ഇന്ത്യൻ പിള്ളേരെ മലയാളീസാണെന്ന് തോന്നുന്നു, അറിയത്തില്ല. അല്ല, അവരറിയാതെ അവരുടെ കുറച്ച് വീഡിയോ എടുക്കുകയാണ്. വ്ലോഗിലെല്ലാം കണ്ടു കഴിഞ്ഞാൽ അവർ പൊക്കിക്കോളും കേട്ടോ. മനസ്സുള്ളവരെ കണ്ടിട്ടുണ്ട്. എറണാകുളംകാരാണ്. നിങ്ങളിവിടെ എവിടെ? ഞാൻ കോട്ടയം, ഇവൻ എറണാകുളം. അതെ അല്ലേ, കോട്ടയം എറണാകുളമാണ്. ഞാൻ കൊട്ടാരക്കര. അതെ അല്ലേ, ഓക്കെ. കുറേ കാലമായി ഇവിടെ വന്നിട്ട്? 1 വർഷം അല്ലേ. എങ്ങനെയുണ്ട്? സുഖമാണല്ലേ? അല്ലല്ല, ഞാനിവിടെ ക്രൂസിൽ വന്നതാണ്. അങ്ങനെ അവിടുന്ന് ട്രെയിൻ കയറി ഇവിടെ ഒന്ന് വ്ളോഗൊക്കെ ചെയ്തിട്ട് പോകാമെന്ന് പറഞ്ഞു വന്നു. ഇല്ലില്ല, ഞങ്ങള് വോമോണ്ടേ അവിടെ ആയിരുന്നു ഇറങ്ങിയതാ. അവിടുന്ന് പിന്നെ ട്രെയിൻ കയറി ഇങ്ങോട്ട് വന്നു. ഇനി തിരിച്ച് അവിടെ നിന്ന് പോയി കറങ്ങാം. അതെ അല്ലേ? ആണോ? അതെ അല്ലേ? ആണല്ലേ? വീഡിയോയിൽ വരും, പിന്നെ വീട്ടിൽ ചെയ്യണോ? ശരി എന്നാ പോട്ടെ. എൻ്റെ പേര് ആകാശ്. ഓക്കെ, സഫർ. പേരെന്താ? മീ ആൻഡ് ബോ എന്ന് പറഞ്ഞു. യൂട്യൂബ്. ഇപ്പോൾ കുറേ നാളത്തെ ആക്റ്റീവ് അല്ലായിരുന്നു. ഇപ്പോൾ ഞാൻ വ്ലോഗ്സ് ഇട്ട് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഉണർത്താന്ന് വിചാരിച്ചിട്ട് വീഡിയോ ഇട്ട് തുടങ്ങിയതാണ്. മീ ആൻഡ് ബോ. BO. മീ ME ആൻഡ് ബോ. BO. കണ്ടുപിടിക്കാൻ നല്ല പാടാണ്. അതെ തന്നെ. ഇല്ല, ഇപ്പൊ കൊറേ കാലമായി വീഡിയോ ഇട്ടിട്ട് ഇപ്പൊ ഇട്ട് തുടങ്ങുന്നേ ഉള്ളൂ. വീഡിയോ എടുക്കാം. 1-2 കഴിഞ്ഞ ഉടനെ ഇത് വരും. ശരി എന്നാ പോട്ടെ. ഫ്രണ്ട് വെയിറ്റ് ചെയ്യുന്നു. ഓക്കെ, ബൈ. അവിടെ അത് മുമ്പേ ഉള്ളതാണോ? ഓ ഗൈസ്, അവരിവിടെ നഴ്സിംഗ് ചെയ്യാണ്. നാട്ടിൽ നിന്നുള്ളവരെ കാണുമ്പോൾ ഒരു സന്തോഷം. നമ്മുടെ മുംബൈക്കാരെ അവിടെ നടക്കുന്നുണ്ട് ഫ്രണ്ടിൽ ഗൗരവമൊക്കെ പിടിച്ചിട്ട്. ജയ്, ദാറ്റ്സ് ഫൈൻ, യു ജസ്റ്റ് കീപ് വാക്കിംഗ്. അവർക്കും ഭയങ്കര ഹാപ്പിയായി. അവർക്ക് ചാനൽ പറഞ്ഞു കൊടുത്തു. ഇനി നമ്മൾ ഓരോ രാജ്യത്ത് പോയി അവിടെ ഉള്ളവരെ കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യിക്കുക. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എവിടെ ആയിരുന്നത്? ഡെൻമാർക്കിൽ ആ സ്ഥലത്ത് വെച്ച് 2 പിള്ളേരെ കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യിച്ചില്ലേ? അമ്മമാർ പോകാൻ വീഡിയോ കാത്തിരിക്കുമായിരിക്കും.
അതുകൊണ്ടേ വരും കേട്ടോ. സോറി, അത് ഓൾറെഡി ഈ വീഡിയോ ഇടുന്നതിന് മുമ്പ് ഇട്ട് കാണുവാടെ. സോറി, ഞാൻ ഇതുവരെ എഡിറ്റ് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പം അതിന് എഡിറ്റ് ചെയ്തിട്ട് വേണം ഈ സാധനം കോപ്പി ചെയ്ത് എഡിറ്റ് ചെയ്യാൻ. സമയമില്ല, എഡിറ്റ് ചെയ്യാൻ സമയമില്ല, അപ്ലോഡ് ചെയ്യാൻ. അതാണ് ഒരേ വിഷയം. എല്ലാ വീഡിയോ ഇടണം. ചാനൽ വീണ്ടും നമുക്ക് തിരിച്ചു കൊണ്ടുവരണം. ഇതുണ്ടോ, നല്ല രസമുണ്ട്. ഇവിടെ എന്തോ ഫാക്ടറി എന്താണെന്ന് അറിയാൻ വയ്യ. ഏതോ ഒരു ഫാക്ടറി, പാലിൻ്റെ ആണെന്ന് തോന്നുന്നു. LIDL ലിഡിൽ എന്ന് പറയുമ്പോൾ ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റാണ്. UK, യൂറോപ്പ് എല്ലായിടത്തും ഉണ്ട്. നമ്മളിവിടെ ഉണ്ടോന്ന് തോന്നുന്നില്ല. ഉണ്ടല്ലോ. ഓണെത്താറായിട്ടുണ്ട്. കുറച്ചുകൂടി നടന്നു കഴിഞ്ഞാൽ ഒരു പാർക്ക്, ഒരു ടൗണ്, മെയിൻ സ്റ്റേഷൻസ് എല്ലാം വരും കേട്ടോ. മീൻസ് മെയിൻ ഷോപ്പുകൾ കാര്യങ്ങളെല്ലാം. ഇത് ഇവിടുത്തെ ഒരു സ്ട്രീറ്റാണ് കേട്ടോ. കുറേ കുഞ്ഞു കടകൾ. എനിക്ക് ഒരു പിടിയില്ല കേട്ടോ. ഈ ബസ്, കാറ്, ട്രെയിൻ ഇതെല്ലാം കൂടി അവരെങ്ങനെ മാനേജ് ചെയ്യുന്നു? ഇടയ്ക്കൂടെ കാറ് പോകുന്നുണ്ട്, ബസ് പോകുന്നുണ്ട്, ട്രെയിൻ അതിൻ്റെ ഇടയ്ക്കൂടെ പോകുന്നുണ്ട്. ഇതെല്ലാം കൂടി ഒരേ റോഡിൽ കൂടെ അവരെങ്ങനെ മാനേജ് ചെയ്യുന്നു ഒരു പിടിയില്ല. ജയ്, have you ever wondered that how they are managing to bring all these train, car, bus, I said there is no proper everything all together. I think there is some rules like എന്തെങ്കിലുമൊക്കെ നിയമം കാണൂടെ? എന്താ പരസ്പരം ഇടിക്കാതിരിക്കാൻ വേണ്ടി എന്തെങ്കിലും കാണും. easily you can അത് നെറ്റിലാണ് സെർച്ച് ചെയ്തിട്ട് ഞാനത് പറയാൻ കേട്ടോ. അല്ല ആർക്കെങ്കിലും ചോദിക്കാൻ ജർമ്മനിയുള്ള. സോ ഇവിടെയൊക്കെ കൊച്ചു വഴിയോര കടകൾ, ഫ്രൂട്ട്സ് കടകൾ എല്ലാം ഉണ്ട്. നല്ല രസമുണ്ട്. നമുക്ക് പോകേണ്ടത് നേരെയാണ്. ലൊക്കേഷൻ നോക്കി പോവാം കേട്ടോ, അല്ലെങ്കിൽ ഒന്നും അറിയത്തില്ല. കാണാവോ? അവിടെയൊക്കെ ഒരുപാട് റെസ്റ്റോറൻറ്റുകളുണ്ട്. ഈവനിങ് ആണ് എല്ലാം ഓപ്പൺ ആക്കുന്നത്. കാര്യം കുഞ്ഞു ബാർ, ഷോപ്പുകൾ, അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഈവനിങ് ടൈമിലാണ് ഓപ്പൺ ആകുന്നത്. ഷുഡ് വി ഗോ ത്രൂ ദ പിന്നെ ഫൈനലി നമ്മളൊരു ടൂറിസ്റ്റ് സ്പോട്ടിലോട്ട് വന്നിട്ടുണ്ട്. മീൻസ് മെയിൻ അട്രാക്ഷൻ, ഈ റോസ്റ്റോക്കിലെ മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട്. അപ്പോൾ അവിടെ ഒരു നല്ലൊരു പാർക്കുണ്ട്. നമുക്ക് ആ പാർക്കിനകത്തോട്ട് പോകാൻ ടൈം ഉണ്ടെങ്കിൽ കേട്ടോ. ഇതിനുള്ളിലോട്ട് മുട്ടൊരു പാർക്കാണ്. ഫസ്റ്റ് നമുക്ക് ആ ഒരു മെയിൻ എന്താ പറയുക ഷോപ്പുകളെല്ലാം ഉള്ളിടത്തോട്ട് പോയിട്ട് പിന്നെ ഈ പാർക്കിലോട്ട് പോകാം. അവിടെ നല്ലൊരു വ്യൂ ഉണ്ട്. ആൾക്കാരൊക്കെ ഒരുപാട് പേര് അവിടെ ഉണ്ട്. അതുകൊണ്ട് പിന്നെ ക്യാമറ നിൽക്കാൻ പറ്റില്ല, കിടക്കുക. മീൻസ് കപ്പിൾസായിട്ടൊക്കെ ഇരിക്കുന്നവരുണ്ട്. നല്ല അടിപൊളി ഒരു പാർക്കാണ്. ഈ പാർക്ക് മൊത്തം ഞാൻ കറങ്ങി തിരിഞ്ഞാണ് കേട്ടോ. ഒരു വട്ടം കഴിഞ്ഞ വട്ടം വന്നപ്പോഴത്തേക്കും വഴി തെറ്റി ഞാനിവിടെ എല്ലാം അലഞ്ഞ് തിരിഞ്ഞ് അതിനകത്തോടെ ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും ഫുൾ അലഞ്ഞ് തിരിഞ്ഞ് അവസാനം അതിനകത്ത് വന്ന് പെട്ടുപോയാണ് വഴി അറിയാതെ. നല്ല രസമുണ്ട് ഇവിടെ ഇരിക്കാൻ. അയ്യോ ഗൈസ്, തംബ്നെയിലിന് പറ്റിയൊരു സാധനം കിട്ടിയിട്ടുണ്ട് കണ്ടോ. പണ്ടത്തെ പുരാതനമായിട്ടുള്ള ഏതോ ബിൽഡിങ്ങാണ്, ഒരു കോട്ടയുടെയൊക്കെ അവശേഷിപ്പാണ്. അന്ന് വന്നപ്പോൾ ഞാൻ വായിച്ചായിരുന്നു, പക്ഷേ ഞാൻ മറന്നുപോയി എന്ത് തോന്നുന്നു. അതുകൊണ്ട് ഞാൻ ഒന്നുകൂടി അകത്തോട്ട് വായിച്ചിട്ട് പറഞ്ഞുതരാം എന്ന് തോന്നുന്നു കേട്ടോ. ഏതൊരു കോട്ടയുടെ പണ്ടത്തെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അന്ന് വന്നപ്പോൾ ബാരിക്കേഡൊന്നുമില്ല, അപ്പോൾ പുതിയ ബാരിക്കേഡ് കുറച്ചൊന്നും മാറിയിട്ടുണ്ട് കേട്ടോ. അന്ന് ഞാൻ കറങ്ങിത്തിരിഞ്ഞ് അതുവഴിയാണ് ഒന്ന് ആ വഴി കൂടെ ഒന്ന് ഇറങ്ങിയത്. ഇതിനകത്തോട്ട് മൊത്തം ഷോപ്പിംഗ് കോംപ്ലക്സ്, നല്ല ഷോപ്പുകളാണ്, മൊത്തം ബ്രാൻഡഡ് ഷോപ്പുകളുണ്ട്. എന്താ സ്റ്റാർബക്സ്, അത് ഇത് മറ്റേ മറിച്ചത്, തുണി, മണി എല്ലാം ഫുള്ള് ഷോപ്പുകളാണ്. ഇരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് അതോട് കയറാൻ പറ്റത്തില്ല. ഇവിടെ എന്തോ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, കുറേ മാറിയിട്ടുണ്ട്. അവിടെ കാണാൻ പറ്റും നമുക്ക്. ആ സംഭവം എന്തോന്നറിയാവോ, ജർമ്മനിലാണ് എഴുതിയേക്കുന്നത്. അന്ന് ഞാൻ ആപ്പിൾ ട്രാൻസ്ലേറ്റർ വെച്ചിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടാണ് വായിച്ചത് കേട്ടോ. അതുകൊണ്ട് എന്താണെന്ന് എനിക്കറിയത്തില്ല. ഇപ്പം അകത്തോട്ട് കയറാനും പറ്റത്തില്ല, അവിടെ എന്താ പണി നടന്നുകൊണ്ടിരിക്കുക. സോ ഇതാണ് മെയിൻ ടൂറിസ്റ്റ് സ്പോട്ട് റോസ്റ്റോക്കിലെ. മൊത്തം നടുക്കൂടാണ് നടക്കുന്നത്. സൈക്കിളുകാരൊക്കെ ഓടിച്ചു പോകുന്നുണ്ട്, ഇടിച്ചിടുമെന്ന് അറിയത്തില്ല. രണ്ട് സൈഡിൽ റെസ്റ്റോറൻറ്റ്സ് ആണ്, ബാറുകളാണ്. സ്റ്റാർബക്കാണത്. ഫുള്ള് ഷോപ്സാണ്, എസ്പെഷ്യലി എന്താ പറയുക റെസ്റ്റോറൻറ്റ്സ്, ബാർസ്, പിന്നെ ബ്രാൻഡ് ഷോപ്പുകൾ, സ്റ്റാർബക്ക്, പാൻഡോറ, അങ്ങനെയൊക്കെ ഉള്ള ഫുള്ള് ഷോപ്പുകളാണ്. ഇവിടുത്തെയൊക്കെ ഒരു ടൂറിസ്റ്റ് സ്പോട്ട് എന്ന് പറയുന്നത് അങ്ങനെയാണ് കേട്ടോ. ഈ ഒരു സ്ട്രീറ്റിൽ തന്നെ ആയിരിക്കും അങ്ങനെയുള്ള ഷോപ്പുകൾ മൊത്തം. ഈ ഒരു പാത്തിൽ അങ്ങ് അറ്റം വരെ നടന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു വിധമുള്ള എല്ലാ സാധനങ്ങളും മേടിക്കാം. എല്ലാം പൈസ എക്സ്പെൻസീവ് ആയിരിക്കുന്നതല്ലേ, പക്ഷേ ഒരു വിധമുള്ള എല്ലാ ഷോപ്പുകളും ഉണ്ട്. എല്ലാം ഇവിടെ ഒരുവിധം എല്ലാം ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. അതായത് എന്താ പറയുക, ഒരു സൈഡ് സ്റ്റാർബക്കെങ്കിൽ അതിൻ്റെ തൊട്ട് താഴെ തന്നെ ആയിരിക്കും ചിലപ്പം മറ്റേ കുഞ്ഞു കടകളില്ലേ, €1 കട, €2 കട, എന്തെടുത്താലും €3 കട, അങ്ങനെയൊക്കെ ഉള്ള കടകളുണ്ട്. അതൊക്കെ തൊട്ടടുത്ത് തന്നെ ഇതാണ് ബാങ്ക്. ഇതിന് എന്തെടുത്താലും ഇതായിരിക്കും. അതിൻ്റെ തൊട്ടപ്പുറത്ത് JD വലിയ ബ്രാൻഡാണ്, മീൻസ് സ്പോർട്സ് ബ്രാൻഡാണ്. ഓൾമോസ്റ്റ് എല്ലാ ബ്രാൻഡുകളുടെ ഷൂസ് നമുക്ക് കിട്ടും. മെയിൻലി നൈക്കിയൊക്കെയാണ്. നൈക്കി ഒരു എല്ലാത്തിനെയും കിട്ടും. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ €3 കടയുണ്ട്. ഇവിടെയൊക്കെ അങ്ങനെയാണ് കേട്ടോ.
അതാണ് ഈ ഒരു സ്ട്രീറ്റ്, റോസ്റ്റോക്കിലെ മെയിൻ ഒരു സ്ട്രീറ്റാണ്, മെയിൻ ഒരു ടൂറിസ്റ്റ് അട്രാക്ഷൻ. അതാണ് ചെടി. ഓക്കെ ഗൈസ്, എൻ്റെ കയ്യിൽ ഒരു ലഗേജ് കൂടി വന്നു. സോറി ഷെയ്ക്കായതിന് സോറി. ഒരു ഷൂസ് മേടിച്ചറിയാൻ എനിക്ക്, ഞാനാണെങ്കിൽ ഒരു ഷൂസ് കൂടി വേണം. അപ്പം അങ്ങനെ ഒരു ഷൂസ് മേടിച്ചു, അവിടെ ജെഡി എന്നാണ് മേടിച്ചത്. അത് മേടിച്ചിട്ട് ഇങ്ങനെ നടക്കുകയാണ്. ഇതാണ് കറക്റ്റ് ആ സെൻട്രൽ ഏരിയ. ഓക്കെ, സെൻട്രൽ റോസ്റ്റോക്കിലെ സെൻട്രൽ ഏരിയ, സെൻട്രൽ ടൗൺ ആണിത്. നല്ല രസമാണ്, ബിൽഡിങ്ങാണ്. ഇവിടെ അങ്ങോട്ട് ഫുള്ള് ഭയങ്കര തിരക്കാണ്, നല്ല തിരക്കും, ഫുള്ള് ഷോപ്പുകൾ ഒക്കെയാണ്. സോറി ഷേക്ക് ആവുന്നത് നല്ലതായിട്ട്. കാര്യം എൻ്റെ കയ്യിൽ ലഗേജുകൾ അടിച്ച് പോയി. ലഗേജ് അല്ല. ഹലോ, യാ ഗുഡ് ഗുഡ്, സീ യു, നൈസ് ടു മീറ്റ് യു ടു. ഉണ്ട് ഇവിടെ ഒരുപാട് പേര് തുണിയില്ലാതിരിക്കുന്ന ഫൗണ്ടൈനാണ്. അതിനകത്ത് മൊത്തം പിള്ളേർ കയറി കളിക്കുകയാണ്. എൻ്റെ മുകളിൽ കയറി നമ്മൾ. നല്ല രസമുണ്ട് കേട്ടോ. ഓക്കെ, ഇതാണ് ഇൻഫ്രാസ്ട്രക്ചർ. കുറേ പ്രാവും കുഞ്ഞുങ്ങളൊക്കെ ഇരിപ്പുണ്ട്. മെയിൻ പാർക്കാണ്, സിറ്റി സെൻറ്ററിൽ തന്നെ ഒത്തടുക്ക് നല്ലൊരു പാർക്കാണ്, നല്ല ഭംഗിയാണ്. എന്താ ഇവിടെ എപ്പോഴും ഇങ്ങനെയാണ്. ഞാൻ എപ്പോഴൊക്കെ ഒന്നിനുണ്ടോ അപ്പോഴെല്ലാം ഇതിനൊക്കെ തന്നെയാണ്. ഭയങ്കര തിരക്കാണ്. ടൂറിസ്റ്റുകളുണ്ട്, ഒരുപാട് ടൂറിസ്റ്റുകളുണ്ട്, ഇവിടുത്തെ നാട്ടുകാരുണ്ട്, അങ്ങനെ കുറേ പേരുണ്ട്. ഒരുപാട് റെസ്റ്റോറൻറ്റുകൾ ചുറ്റും കണ്ടില്ലേ. രണ്ട് സൈഡും കാണുന്ന കംപ്ലീറ്റ് റെസ്റ്റോറൻറ്റ്സാണ്. ഇന്ന് നല്ല ബിസിയാണ്. കാര്യം ഒന്നാമത് ഈവനിങ് ആയി വരുന്നുണ്ട്, അതിൻ്റെ കൂടെ തന്നെ ടൂറിസ്റ്റുകളും ഒരുപാടുണ്ട്. ടൂറിസ്റ്റ് ഏരിയ ആയതുകൊണ്ട് ക്യാമറയും പിടിച്ചുകൊണ്ട് നടക്കുന്ന ആരും മൈൻഡ് ചെയ്യത്തില്ല. എനിക്കും അതിൽ ചിലർക്കൊക്കെ അതൊരു ഇതായിരിക്കും. എന്താ അവർ നടക്കുന്നതിൻ്റെ ക്യാമറയും പിടിച്ചുകൊണ്ട് ഇങ്ങനെ പോകും. ചിലരൊക്കെ ചില്ലായിട്ടാണ് എടുക്കുന്നത്, നമുക്കറിയത്തില്ല. എന്തായാലും നമ്മളെ നോക്കി നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ കാര്യം നടക്കത്തില്ല, നമ്മുടെ വ്ലോഗ് നടക്കണമെങ്കിൽ ഞാൻ ഈ ക്യാമറയും പിടിച്ചുകൊണ്ട് നടന്നേ പറ്റത്തുള്ളൂ. ചമ്മലൊന്നും ഉണ്ടായിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ ജസ്റ്റ് അത് നടക്കുക, എടുക്കുക. നമ്മുടെ ചെറുക്കെ ഇവിടെ ഫോണിനകത്ത് വ്ലോഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പുള്ളി പിന്നെ ഒച്ചപ്പാടും ബഹളമൊന്നുമില്ല, സൈലൻ്റായിട്ട്. ഒരു മൈക്കുണ്ട്, മൈക്ക് കണക്ട് ചെയ്തിട്ട് പുള്ളി പെയ്യെ സംസാരിച്ച് ഫോണും പിടിച്ച് അങ്ങനെയൊക്കെ നടക്കും. അത്രേ ഉള്ളൂ. ഞാനാണെങ്കിൽ മറ്റേ മുറ്റിയ ഒച്ചപ്പാടും ബഹളവും ആൾക്കാർക്ക് രണ്ട് സൈഡിൽ നിന്ന് നോക്കി. അപ്പോൾ എന്താണ് ഈ കാണിച്ചുകൊണ്ട് പോകുന്നത്, എന്താണ് ഈ പറഞ്ഞുകൊണ്ട് പോകുന്നത്? ഞാൻ ഈ വെട്ടിച്ചുവേടി നോക്കുന്നതേ കടകൾ നോക്കും കേട്ടോ, ഷോപ്പുകളൊക്കെ നോക്കും. അപ്പോൾ എന്തെങ്കിലും ക്യാച്ചിങ് ആയിട്ട് കണ്ടു കഴിഞ്ഞാൽ കാണിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ല വേറൊന്നുമല്ല കേട്ടോ. കുട്ടികളെ കൊണ്ട് ആൾക്കാർ കുഞ്ഞു കുഞ്ഞുകൊണ്ടിരിക്കാൻ പോകുന്നത് ഭയങ്കര രസമാണ്. ഒരു പയ്യൻ സോണിയുടെ ആൽഫ 3 ആണെന്ന് തോന്നുന്നു. അല്ല, സോണി ആൽഫ 3 6300. അതും വെച്ച് അവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. അവൻ്റെ ഇങ്ങനെ ക്യാമറ ഉണ്ടോ, അതാണ് ആൽഫ 3 600. അപ്പോൾ അതും കണ്ടുകൊണ്ട് അവൻ ഫോട്ടോ എടുക്കുകയാണ്. പറഞ്ഞേട്ടോ, ഈ ബിൽഡിങ്ങുകളൊക്കെ കൂടുതൽ എല്ലാം പഴയ ബിൽഡിങ്ങുകളാണ് കേട്ടോ, പണ്ട് പണിഞ്ഞ ബിൽഡിങ്ങുകളാണ്, ഒന്നും മോഡേൺ ബിൽഡിങ്ങുകളല്ല. ചെറുക്കെ അവിടെ പോസ് ചെയ്യുക, ഫോട്ടോ വെക്കേണ്ടി പോസ് ചെയ്യണം. ഞാൻ ഒരു ഫോട്ടോ എടുത്ത് കൊടുക്കുന്നതിലേക്ക് കളിക്കും. സോറി, അത് ആൽഫ 300 അല്ല, സോണി A7 III ആണ്. അപ്പോൾ ഞാൻ തിരിച്ചു വന്നപ്പോൾ അത് കണ്ടത്. അപ്പോൾ നമ്മുടെ കൂടെ തറപ്പുണ്ട്, ക്യാമറയും പിടിച്ചു. ഇവിടെ ഈ സ്ട്രീറ്റ് ഫുൾ ഇങ്ങനെ തന്നെയാണ് കേട്ടോ. ഒരുപാട് ഷോപ്പുകൾ ഫ്രണ്ടിലൊക്കെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട്. കുഞ്ഞു കുഞ്ഞു ഷോപ്പുകൾ, മീൻസ് സാധനങ്ങളൊക്കെ. സൈക്കിളൊക്കെ വെച്ചിട്ട് ലോക്ക് ചെയ്തിട്ട് പോയിട്ടുണ്ട്. ചെരുപ്പിൽ ഞാൻ പറഞ്ഞില്ലേ, ഒരു യൂറോ സംഭവങ്ങൾ, 14 യൂറോ സംഭവങ്ങൾ, 12 യൂറോ സംഭവങ്ങൾ. ജാക്കറ്റുകൾ, അതിൻ്റെ തൊട്ടപ്പുറത്തിൻ്റെ ഓരോ ബ്രാൻഡുകളാണ്. ഇടുമ്പോൾ തുണിയുടേത്, അത് ഇത് എല്ലാം കാണാം കേട്ടോ. ഏറ്റവും അട്രാക്റ്റീവ് തറയാണ് കേട്ടോ, നല്ല രസമാണ്. കുഞ്ഞു പട്ടിക്കുട്ടി നമ്മുടെ റാംബോയെ മിസ് ചെയ്യുന്നത് ഭയങ്കരമായിട്ട്. സ്കേറ്റിംഗ് ബോർഡൊക്കെ അവിടെ വെളിയിലെടുത്ത് വെച്ചിട്ടുണ്ട്. സൈക്ലിസ്റ്റുകൾ ഒരുപാട് പേരുണ്ട്. ഇതേതോ ഒരു പള്ളിയാണ്. ഓക്കെ, നല്ല ഭംഗിയുണ്ട്. അങ്ങോട്ട് പറ്റുവാണെങ്കിൽ നടക്കാം. ഇച്ചിരി കഞ്ചസ്റ്റഡ് ആയിട്ടുള്ളൊരു ഏരിയയില്ല. അങ്ങോട്ടും വഴികളാണ്. ഇതൊക്കെ പണ്ടത്തെ വല്ല കോട്ടാളോ ജയിലൊക്കെ ആയിരിക്കും, ആർക്കറിയാം. ഫുള്ള് ഷോപ്പുകളാണ്, ഫുള്ള് കടകൾ എല്ലായിടത്തും. കാർഡിൻ്റെ കടകൾ, മറ്റേ പേനകൾ, മാർക്കർ, അങ്ങനെയൊക്കെ സാധനങ്ങൾ കിട്ടുന്ന കട. പിന്നെ ഒരുപാട് റെസ്റ്റോറൻറ്റ്സ്. ഏഷ്യൻ റെസ്റ്റോറൻറ്റ്, ഒരു ഏഷ്യൻ റെസ്റ്റോറൻറ്റ് ഉണ്ട്. ഏഷ്യൻ കുഷിയാണ്, നമ്മുടെ സാധനങ്ങളൊക്കെ ഉണ്ട്. അതെ, ഫുഡ് ഐറ്റംസ് എല്ലാം ഉണ്ട്. ക്രോക്സിൻ്റെ തന്നെ വേറൊരു ഐറ്റം കാണിച്ചു തരാം. മറ്റേ ഇഗ്വാനാണ്. ഇഗ്വാൻ എന്ന് പറയുന്ന ബ്രാൻഡാണ്. പിന്നെന്താണ്, ഏതോ ഒരു ബ്രാൻഡ് കൂടെ ഉദ്ഘാടനം ചെയ്യുന്നുണ്ട് കേട്ടോ. ഇവിടെയും കാണാം ഫാസ്റ്റ് ഫുഡാണ്, ചൈനീസ് ഫുഡ് ഐറ്റംസ് എല്ലാം ഉണ്ട്. ഷവർമ ഷോപ്പുണ്ട്. ഇത് ഇത്തിരി പോപ്പുലർ ആയിട്ടുള്ളതാണ്. ഒരേ ഒരു ഷവർമ ഷോപ്പാണ് അവിടെ ഉള്ളത് കേട്ടോ.
നമ്മളിവിടെ നേരെ നടന്നെത്തുന്നത് വീണ്ടും അപ്പുറത്തൊരു ഒരു മെയിൻ എന്താ പറയുക ഒരു സെൻറ്ററിലേക്കാണ്. ആ സെൻട്രൽ ഏതാണ്ട് ഇങ്ങനെ ഇരിക്കും കണ്ടോ. കുറച്ച് പിള്ളേരൊക്കെ ഉണ്ട്. ഫുള്ള് റെസ്റ്റോറൻറ്റ്സ്, കുഞ്ഞു കുഞ്ഞു റെസ്റ്റോറൻറ്റ്സുകളാണ്. ഇത് നമ്മൾ ആദ്യം കണ്ട സെൻട്രലാണെന്ന് അറിയത്തില്ല, ഇത് വേറെ സെൻട്രലാണെന്ന് തോന്നുന്നു. ആദ്യം കണ്ടത് അപ്പുറത്തെ സൈഡിലാണ്, ആ ഒരു സൈഡിലോട്ട് ഒരു ആദ്യം കണ്ടത്, ഇതിൻ്റെ അപ്പുറത്ത്. പക്ഷേ ഇത് മറ്റൊരു സെൻട്രലാണ്. അവിടെ കുറച്ച് സ്റ്റാച്യൂസ്, കുഞ്ഞു കുഞ്ഞു ഷോപ്പുകൾ, എന്തൊക്കെയോ സാധനങ്ങൾ അവിടെ വയ്ക്കുന്നുണ്ട്. എന്തോന്നും അറിയാൻ വയ്യ. വൈനുണ്ട്, പിന്നെ വേറെ എന്തൊക്കെ ഐറ്റംസ് അറിയാം. എന്തോന്നൊരു പിടി ബണ്ണൊക്കെയാണെന്ന് തോന്നുന്നു, ബ്രെഡ് ബണ്ണ് അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെയാണ്. പിന്നെ എന്തൊക്കെ പിന്നെ മറ്റേ മീറ്റൊക്കെ ഇല്ലേ, മീറ്റൊക്കെ പ്രസ് ചെയ്ത് വെച്ചേക്കുന്നത്, അങ്ങനത്തെ കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ട്. എല്ലാം ഡ്രൈ ആക്കി വെച്ചേ, മീറ്റൊക്കെ ഡ്രൈ ആക്കി വെച്ചേക്കുന്ന സാധനങ്ങൾ, ഫുള്ള് ഡ്രൈ ആയിട്ടുള്ള ഫുഡുകളാണ്. എല്ലാം ഡ്രൈ ചെയ്ത് വെച്ചാൽ അതൊക്കെ മീറ്റ് പീസാണ് കിടക്കുന്നതൊക്കെ. അതൊക്കെ ഡ്രൈ ചെയ്ത് കവറിനകത്ത് പാക്ക് ചെയ്ത് വെച്ചേക്കാണ്. അങ്ങനെയുള്ള ഐറ്റങ്ങൾ, വൈനുകളൊക്കെയാണ് അവിടെ കൊടുക്കുന്നത്. ഇൻഫ്രാസ്ട്രക്ചർ അടിപൊളിയായിട്ടുണ്ട്. ഒരാൾ കുന്തം പിടിച്ചുകൊണ്ട് പോകുന്നുണ്ട് കേട്ടോ, മാറ്റാൻ നോക്കും. നമ്മുടെ ചെറുക്കൻ്റെക്ക് ആരോ ഫോട്ടോ എടുത്ത് കൊടുക്കാൻ പറഞ്ഞു, ഫോട്ടോ എടുത്ത് കൊടുക്കുകയാണ്. ജയ് wait for me. I don't do post in them. ഇവിടെ ട്രെയിനുകളാണ്, വീണ്ടും നല്ല ട്രെയിനുകളാണ് എല്ലായിടത്തും. ഇവിടെ ഫുള്ള് ട്രെയിനിൻ്റെ മേളമാണ്. ഇതിൻ്റെ ഇടയ്ക്കൂടെ വണ്ടി ഓക്കെ, ആ ട്രെയിനിൻ്റെ ഇടയ്ക്കൂടെയൊക്കെയാണ് സൈക്കിളൊക്കെ പറപ്പിച്ചുകൊണ്ട് പോകുന്നത്. ഇതൊക്കെ എങ്ങനെ ഇടിക്കാതെ തട്ടാതെ മുട്ടാതെ പോകുമ്പോൾ ഒരു പിടിയില്ല. നല്ല സ്ഥലമാണ് കേട്ടോ. ഇതൊക്കെ ഇതിൻ്റെയൊക്കെ ചരിത്രം എന്താണെന്നൊന്നും എനിക്കറിയാൻ വയ്യ. എന്തായാലും ഉറപ്പായിട്ടും ഇതൊന്നും ഷോപ്പുകളല്ലായിരിക്കും, പണ്ട് വേറെ എന്തൊക്കെയോ ആയിരുന്നു. സഞ്ചാരത്തിലായിരുന്നെങ്കിൽ ഫുള്ള് ഡീറ്റെയിൽസ് പറഞ്ഞാൽ എനിക്കത് പറഞ്ഞാലേ അറിയത്തില്ലടേ. എങ്കിലും റിസർച്ചൊക്കെ ചെയ്യണമെന്നുണ്ട്, മടിയാണ്. വേറൊന്നും അല്ല, തുറന്ന് പറയാനോ മടി തന്നെയാണ്. അങ്ങനത്തെ ഒരു ഇത് കൊണ്ട് മീൻസ് ഒരു ടീമിലോട്ട് പോകാൻ എനിക്ക് താല്പര്യമില്ല. ഒരു സ്ഥലത്ത് പോയി ഹിസ്റ്ററി പറഞ്ഞ് വേണ്ട, അത് ഒരാൾ നല്ലത് ചെയ്തു വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ എക്സ്പ്ലോർ ചെയ്യുക, കാണിക്കുക. നിങ്ങൾക്ക് കൗതുകമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഇവിടെ നമ്മൾ അടുത്തൊരു സ്ഥലത്തോട്ട് പോകുന്നതാണ്. ആ വീഡിയോ ഉടനെ വരും. അതൊരു സർപ്രൈസ് സ്പോട്ടാണ്. അതുവരെ ബൈ. ഇങ്ങോട്ട് വന്നപ്പോൾ ഒരു ഫാക്ടറി ഉണ്ടെന്ന് പറഞ്ഞില്ല. ആക്ച്വലി അതൊരു ബിയർ ഫാക്ടറിയാണ് കേട്ടോ. റോസ്റ്റോക്കർ ബിയർ അല്ലേ, അതുണ്ടാകുന്ന ജർമ്മനിയിലെ ഫാക്ടറിയാണ്. അതാണ് അവിടുത്തെ നമ്മൾ മലയാളി പിള്ളേരെ കണ്ടില്ലായിരുന്നു, അവരും പറഞ്ഞതാണ് ഇവിടെ ബിയർ ഫാക്ടറി ഉണ്ട്, അതിനെക്കുറിച്ച് അവർ പറഞ്ഞത്.